നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആനന്ദപുരത്ത് കള്ളുഷാപ്പിൽ വെച്ച് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരാൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ഹിന്ദു ഐക്യവേദി കൊടകര ഖണ്ഡിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അന്നനാട് നായർ കരയോഗത്തിന്റെ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അമ്മ അറിയാൻ മദർ പാരന്റിംഗ് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ജില്ലയിൽ ചൊവ്വാഴ്ച വൈകിട്ട് പെയ്ത കനത്ത മഴയിലും കാറ്റിലും 1,66,77,000 രൂപയുടെ വ്യാപക നാശനഷ്ടം. വെള്ളാഞ്ചിറ ഫാത്തിമ മാതാ ദേവാലയത്തിലെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ആനന്ദപുരത്ത് കള്ളുഷാപ്പിൽ വെച്ച് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. ആനന്ദപുരം കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ സുധാകരന്റെ മകൻ 29 വയസ്സുള്ള യദുകൃഷ്ണനാണ് മരിച്ചത്. ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പോലീസ് പിടികൂടി. ബുധനാഴ്ച വൈകിട്ട് 7:30യോടെയായിരുന്നു സംഭവം. കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഷാപ്പിൽ വിഷ്ണു വഴക്കുണ്ടാക്കിയതറിഞ്ഞ് പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു യദുകൃഷ്ണൻ. ഇതിനിടെ വിഷ്ണു കള്ളുകുപ്പി കൊണ്ട് യദുകൃഷ്ണനെ തലയ്ക്കടിക്കുകയും മരപ്പലക കൊണ്ട് പുറത്ത് അടിക്കുകയുമായിരുന്നു. അടിയേറ്റ് വീണുകിടന്ന യദുകൃഷ്ണനെ പുതുക്കാട് പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. രാത്രി 11 മണിയോടെ മരണം സംഭവിച്ചു. സംഭവശേഷം ഷാപ്പിൽ നിന്നിറങ്ങിയ പ്രതി രാത്രി വൈകി വീട്ടിലെത്തിയിരുന്നു. പൂട്ടിക്കിടന്ന വാതിലിൻ്റെ താഴെ കരിങ്കല്ല് കൊണ്ട് തകർക്കാൻ ശ്രമിച്ചു. രാവിലെ വീട്ടുമുറ്റത്ത് പത്രം വായിച്ചിരിക്കുന്നതിനിടെയാണ് യദുകൃഷ്ണൻ മരിച്ച വിവരം വിഷ്ണു അറിയുന്നത്. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് പിടികൂടുകയായിരുന്നു. പുതുക്കാട് SHO V സജീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. അവിവാഹിതനാണ് കൊല്ലപ്പെട്ട യദുകൃഷ്ണൻ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ചൊവ്വാഴ്ച ഭീകരരാൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ഹിന്ദു ഐക്യവേദി കൊടകര ഖണ്ഡിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി അംഗം A രാധാകൃഷ്ണൻ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊടകര ഖണ്ഡ് സംഘചാലക് NP ശിവൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി MV മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തനം നടന്നാൽ അതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണി ഒരുപക്ഷെ ഈ കേരളത്തിന്റെ മണ്ണാണ്. അതുകൊണ്ട് കേരളത്തിലെ ആളുകൾ ഒരുപക്ഷെ വിചാരിച്ചിരിക്കുന്നുണ്ടാവാം ഈ കേരളം സുരക്ഷിതമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, അതിവിദൂര ഭാവിയിൽ ഈ കേരളത്തിന്റെ മണ്ണ് മതഭീകരവാദികൾക്ക് തീരെഴുതി കൊടുക്കുന്ന സാഹചര്യം ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്. കശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിൽ ചാലക്കുടിയിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തീർത്തു. കൊല്ലപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് മെഴുകുതിരി തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. പ്രതിഷേധയോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KP ജോർജ്, ജില്ലാ സെക്രട്ടറി അജീഷ് പൈക്കാട്ടൂർ, ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി PC സുഭാഷ്, ഖണ്ഡ് കാര്യവാഹ് KS സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കോടശ്ശേരി, സജിത് കുമാർ, VP വേണു കോക്കാടൻ, CP സെബാസ്റ്റ്യൻ, അമ്പാടി ഉണ്ണികൃഷ്ണൻ, G പത്മനാഭസ്വാമി, KB ഉണ്ണികൃഷ്ണൻ, AA ഹരിദാസ്, KG സുന്ദരൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ജനങ്ങളുടെ നേരെയാണ് ഈ ഭീകരവാദികൾ AK-47 പോലെയുള്ള അത്യന്താധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഭാരതത്തിലെ ജനങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഒരു തീർത്ഥാടനത്തിന് എവിടെ പോകണമെന്ന് ചിന്തിച്ചാൽ
എല്ലാവരും മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന സ്ഥലമാണ് കാശിയിൽ പോകണമെന്ന്. ഉറപ്പിന് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോഴും ആ ഭീകരര് ഉണ്ട് എന്നതിൻ്റെ ഒരു വസ്തുതയാണ് നമ്മൾ ഇന്നലെ നടുങ്ങളിലൂടെ നമ്മൾ വേദനയോടെ നമ്മൾ കേട്ടിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കും, ആ 27 പേര് മരിച്ച സമയത്ത് നമ്മൾ മുദ്രാവാക്യത്തിൽ കേട്ട പോലെ ആ ഭീകരവാദികൾ വന്ന് ആ വിനോദയാത്രയ്ക്ക് എത്തിയിട്ടുള്ള ആളുകളെ അവരെ മൊത്തം ഒന്നടങ്കം വെടിവെച്ച് വീഴ്ത്തുകയല്ലേ ഉണ്ടായത്. അന്നനാട് നായർ കരയോഗത്തിൻ്റെ വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അമ്മ അറിയാൻ മദർ പാരൻറ്റിംഗ് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 4-ാം തീയതി അന്നനാട് വേലുപ്പിള്ളി ബാലശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെ നടക്കുന്ന ശില്പശാല തിരുവനന്തപുരം ശ്രദ്ധ ടീമാണ് നയിക്കുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ മായ നായർ ടീമിന് നേതൃത്വം നൽകും. നിയമസഹായത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ക്ലാസ് എടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രതിബന്ധങ്ങളെ എങ്ങനെ മറികടക്കാം, സ്വന്തം കുഞ്ഞുങ്ങളെ എങ്ങനെ നല്ലവരായി വളർത്തിയെടുക്കാം, എങ്ങനെ ഒരു മികച്ച അമ്മയാവാം തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ശില്പശാല. ഇതിൻ്റെ ഭാഗമായി തുടർ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 9539004431 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ ഓമന കൃഷ്ണൻകുട്ടി, ജനറൽ കൺവീനർ ജ്യോതി പ്രദീപ്, നിർമ്മല രാമചന്ദ്രൻ, രജനി രാജഗോപാൽ, ഉഷ സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വൻ വിജയമായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ രക്തദാന ക്യാമ്പ് അപ്പോൾ അഡ്ലസ് ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് ചെയ്തു. അതുപോലെ സമൂഹത്തിൽ ആളുകളുടെ ആവശ്യങ്ങളനുസരിച്ച് തന്നെ മികച്ച രീതിയിൽ അവരെ സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിനും നമ്മൾ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പലരുടെയും അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ മദർ പാരന്റിംഗ് എന്ന ഈ പരിപാടി നടത്തുന്നത്. പിന്നിട്ട് സ്വതന്ത്ര പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അന്നനാട് നായർ കരയോഗത്തിന്റെ പ്രഥമ പോഷക സംഘടനയാണ് അന്നനാട് നായർ കരയോഗം വനിതാ സംഘം. ആ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ നടത്തി വരാറുണ്ട്. എല്ലാം NCP ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് കോൺഗ്രസിലേക്ക്. മുൻ DCC പ്രസിഡന്റും മുൻ MLAയും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവുമായിരുന്ന PR ഫ്രാൻസിസിൻ്റെ മകൾ മോളി ഫ്രാൻസിസ് NCPയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മാതൃസംഘടനയിലേക്ക് വരുന്നതായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു. ഏപ്രിൽ 30-ന് DCCയുടെ നേതൃത്വത്തിൽ പാർട്ടി അംഗത്വം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീമതി മോളി ഫ്രാൻസിസ് ഈ പാർട്ടിയിലേക്ക് മടങ്ങി വരാൻ കാണിച്ച അവരുടെ മനസ്സിനെ, അവരുടെ വരവിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീ PR ഫ്രാൻസിസ് എന്ന് പറയുന്നത് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉന്നതനായ നേതാവ് കൂടിയാണ്. തൃശൂർ ജില്ലയിൽ ചൊവ്വാഴ്ച വൈകിട്ട് പെയ്ത കനത്ത മഴയിലും കാറ്റിലും 1,66,77,000 രൂപയുടെ വ്യാപക നാശനഷ്ടം സംഭവിച്ചു. ശക്തമായ കാറ്റിലും കനത്ത മഴയെയും തുടർന്ന് നാശനഷ്ടങ്ങൾ സംഭവിച്ച തൃശൂർ പുല്ലഴിയിലെ വീടും വൈദ്യുതി പോസ്റ്റുകൾ വീണ് നാശം സംഭവിച്ച ഒളരി കൊട്ടിൽ റോഡ് ഭാഗവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴുകയും വീടിൻ്റെ ട്രസ് വർക്ക് പൂർണ്ണമായും തകരുകയും ചെയ്ത സ്ഥലങ്ങളിൽ കളക്ടർ നേരിട്ടെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണും മരച്ചില്ലകൾ ഒടിഞ്ഞു വീണുമാണ് പരക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. തൃശൂർ താലൂക്കിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയത്. ഒല്ലൂക്കര, അയ്യന്തോൾ, മരത്താക്കര, അരണാട്ടുകര, ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും നാശനഷ്ടമുണ്ടായി. തൃശൂർ താലൂക്കിൽ ഒരു വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നതിനെ തുടർന്ന് 23 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഒല്ലൂക്കര, അന്തിക്കാട്, വെള്ളാങ്കല്ലൂർ എന്നീ ബ്ലോക്കുകളിൽ 126 കർഷകരുടെ 5.97 ഹെക്ടർ കൃഷി നശിച്ചതിൽ 17.86 ലക്ഷം രൂപയുടെ നഷ്ടവും ഉണ്ടായി. തൃശൂർ ഇരിഞ്ഞാലക്കുട KSCB സർക്കിളിൽ മാത്രം 1,13,91,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. സ്ഥല സന്ദർശനത്തിൽ ജില്ലാ കളക്ടറോടൊപ്പം തൃശൂർ താലൂക്ക് തഹസീൽദാർ T. ജയശ്രീ, വില്ലേജ് ഓഫീസർ ഷീജ രാജ്, ഉദ്യോഗസ്ഥർ എന്നിവരും സന്നിഹിതരായി. വെള്ളാഞ്ചിറ ഫാത്തിമ മാതാ ദേവാലയത്തിലെ തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 6:30-ന് കുർബാനയ്ക്ക് ശേഷം രൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കൽ, വീടുകളിലേക്ക് അമ്പ് യൂണിറ്റ് ഭാരവാഹികൾക്ക് കൈമാറും. മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിനാൽ അമ്പിൻ്റെ ഭാഗമായ എല്ലാ ആഘോഷങ്ങളും ഒഴിവാക്കിക്കൊണ്ട്
ചടങ്ങുകൾ നടത്തും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:30 കുർബാന, 10:30 ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ജോസ് പുതിയപറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും. ഫാദർ നവീൻ ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കുർബാന, തിരുനാൾ പ്രദക്ഷിണം. 7 മണിക്ക് പ്രദക്ഷിണം, പള്ളിയിൽ കയറിയ ശേഷം വർണ്ണമഴ, തുടർന്ന് ഗാനമേള. തിങ്കളാഴ്ച രാവിലെ 6:30 പരേതർക്കുള്ള കുർബാന. രാത്രി 7 മണിക്ക് അങ്ങാടിയമ്പ് പ്രദക്ഷിണം കപ്പേളകളിൽ നിന്നും ആരംഭിക്കും. 10 മണിക്ക് പള്ളിയിൽ പ്രദക്ഷിണം സമാപിക്കും. ചൊവ്വാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം കൊടിയിറക്കത്തോടെ തിരുനാൾ കർമ്മങ്ങൾ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ പബ്ലിസിറ്റി കൺവീനർ മാർട്ടിൻ തോമസ്, ട്രസ്റ്റി തോമസ് പുന്നേലിപ്പറമ്പിൽ, ജനറൽ കൺവീനർ അജീഷ് അരിക്കാടൻ, ജോയിന്റ് കൺവീനർ എഡ്വിൻ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുനാൾ എല്ലാ വർഷവും നമുക്ക് നടന്നു വരുന്നത് ഈസ്റ്റർ കഴിഞ്ഞ പൊതു ഞായറാഴ്ചയാണ്. അപ്പോൾ പതിവ് പോലെ ശനിയാഴ്ച വീടുകളിലേക്ക് അമ്പ് പ്രദക്ഷിണവും, പിന്നെ ഞായറാഴ്ച തിരുനാൾ ആഘോഷങ്ങളും, തിങ്കളാഴ്ച അങ്ങാടി അമ്പും, അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുക നമ്മുടെ ഇടവകയിലത്തെ ട്രസ്റ്റി ആയിരുന്ന ശ്രീ തോമസ് പുന്നേലിപ്പറമ്പിലാണ് ഇപ്പോൾ നമ്മളൊപ്പം ആയിരിക്കുന്നത്. പിന്നെ തിരുനാൾ കൺവീനറായിട്ട് സജീഷ്. മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പെട്ടെന്നുണ്ടായ ഒരു ആഘാതം പോലെ സംഭവിച്ചതിനാൽ ശനിയാഴ്ച നമ്മൾ വിചാരിച്ച നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ നമ്മൾ അത് പൂർവാധികം ഭംഗിയായി നടത്താൻ സാധിക്കാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. ആയതിനാൽ തികച്ചും എല്ലാ നടപടികളും അന്നത്തെ വളരെയേറെ പ്രാർത്ഥനാപൂർവം അവസാനിപ്പിക്കുവാനും മറ്റു ആഘോഷങ്ങളോ വെടിക്കെട്ടോ ബാൻഡ് മേളമോ അങ്ങനെ ഒരു തരത്തിലും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആനന്ദപുരത്ത് കള്ളുഷാപ്പിൽ വെച്ച് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരാൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ഹിന്ദു ഐക്യവേദി കൊടകര ഖണ്ഡിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അന്നനാട് നായർ കരയോഗത്തിന്റെ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അമ്മ അറിയാൻ മദർ പാരന്റിംഗ് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ജില്ലയിൽ ചൊവ്വാഴ്ച വൈകിട്ട് പെയ്ത കനത്ത മഴയിലും കാറ്റിലും 1,66,77,000 രൂപയുടെ വ്യാപക നാശനഷ്ടം. വെള്ളാഞ്ചിറ ഫാത്തിമ മാതാ ദേവാലയത്തിലെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.